ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാം എന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും തിന്നിട്ട് പോകാലോ എന്ന് കരുതിയിട്ട് കുറച്ച് ന്യൂഡിൽസും അതേപോലെ ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് പോയി ഇനി തിരിച്ച് വരുമ്പോഴത്തേന് വിശക്കുമല്ലോ. അങ്ങനെ ആ ഒരു വിശപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂഡിൽസും ഓറഞ്ച് ജ്യൂസും കഴിച്ചിട്ട് പോകാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നല്ലേ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ, മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ഞാനിതാ നൂഡിൽസും ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഞാനിന്ന് ഈ ഒരു ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതല്ലേനു ആദ്യം വിചാരിച്ചത്, വേറൊരു ഡ്രസ്സേനു ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ ഒരു ഔട്ട്ഫിറ്റിലോട്ട് മനം മാറി ഇതിലോട്ട് എത്തിയത് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ഡ്രസ്സല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡ്രസ്സേനു. അങ്ങനെ ഈ ഡ്രസ്സിലോട്ട് ഞാൻ എന്താ ഈ ഒരു ബാഗാണ് കേട്ടോ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഈ ബാഗ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അധികം ഒരു ബ്ലാക്ക് കളർ ബാഗ് ഉണ്ട്. എൻ്റെ വീഡിയോസ് ഇതിന് മുന്നേ കണ്ട ആൾക്കാർ കണ്ടിട്ടുണ്ടാകും. ഞാൻ ആ ബാഗ് തന്നെയാണ് അധികം യൂസ് ചെയ്യൽ. അപ്പം ഇത് ഞാൻ കുറച്ച് അയക്കുന്ന വാങ്ങി വെച്ചിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യലില്ലേനു. അപ്പം പിന്നെ ഈ ഒരു ഡ്രസ്സിലോട്ട് ഇത് ഇടാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഈ ഒരു ബാഗാണ് ഞാൻ അതിലോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു വാങ്ങിയിട്ട് എന്തായാലും ഒരു 2-3 മാസമൊക്കെ എന്തായാലും അയച്ചിട്ടുണ്ടാവും. എന്തായാലും ഇന്നാണ് ആ സുവർണ ദിനം വന്നെത്തിയത്. അങ്ങനെ പിന്നെ ഞാനിതാ എൻ്റെ മേക്കപ്പ് പരിപാടിയിലോട്ട് നീങ്ങാണ്. ആദ്യം തന്നെ അൽഫ്രൈസറിൻ്റെ കൺസീലർ ഫൗണ്ടേഷൻ എല്ലാം കൂടി വരുന്നൊരു പാലറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റെവല്യൂഷൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റും, ഇത് പിന്നെ PSൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. എനിക്ക് PSൻ്റെ ഫൗണ്ടേഷൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്യാവശ്യം കുറച്ച് ഓയിൽ ടെക്സ്ചർ ആണെങ്കിലും കൂടിയിട്ട് എനിക്കത് ഇട്ട കഴിഞ്ഞാൽ ഒരു ഗ്ലോ ഫിനിഷ് കിട്ടുന്ന പോലെ തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം PS തന്നെ യൂസ് ചെയ്യൽ. പിന്നെ യാത്ര മേക്കപ്പ് ലവറൊന്നുമില്ല. എല്ലാ ദിവസവും ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്ത് പുറത്ത് പോകുന്ന പരിപാടിയില്ല. എനിക്ക് തോന്നിയാൽ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിതാ ഒരു കൺമഷും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും. നിങ്ങൾ എഴുതുന്നുണ്ടാവും ഇതെന്താ അത് ഇത്ര ഡാർക്ക് ഷെയ്ഡ്. എനിക്ക് അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ലിപ്സ്റ്റിക് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ മേക്കപ്പ് ലവറൊന്നുമല്ല. എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് ഞാൻ പോകുന്നല്ലാണ്ട് ലിപ്സ്റ്റിക്കും കൺമഷും മാത്രമേ ഞാൻ അധികം യൂസ് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ കുറച്ച് ആർഭാട് ആവണമെങ്കിൽ ആവാം എന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ യൂസ് ചെയ്യലൊക്കെ വളരെ കുറവാണ്. എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയാൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇതിലോട്ട് ഞാനിതാ എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം ഇതും കൂടി ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അധികവും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പം ജസ്റ്റ് ഒരു കൺമഷും ലിപ്സ്റ്റിക്കും ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യലുള്ളൂ. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് ആർഭാടമാകാലോ എന്ന് കരുതിയിട്ട് ആണ് ബാക്കി മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇടാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ നമ്മുടെ മെയിൻ സാധനമാണല്ലോ സ്കിൻ കെയർ. സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുഖം നല്ല പണി കിട്ടും. അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. ആദ്യം തന്നെ ഞാൻ ആൽഫ് ഗുഡ്നസിൻ്റെ ഒരു ടോണറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബയോട്ടിക്കിൻ്റെ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിറം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട. ഞാൻ അങ്ങനെ എല്ലാ ടൈമിലൊന്നും യൂസ് ചെയ്യില്ല. ഇതിൽ ഒന്നും ഞാൻ എല്ലാ ടൈമിലും യൂസ് ചെയ്യില്ല, എനിക്ക് തോന്നുമ്പോൾ മാത്രം യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം തണുപ്പായതുകൊണ്ട് ഞാൻ ഏറെക്കുറെ ചെയ്യലുണ്ട്. പിന്നെ ഇതാ സൺസ്ക്രീൻ. ഇത് വളരെ മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഇടാത്തൊരു സാധനം ഈ സൺസ്ക്രീനാണ്. പിന്നെ മോയ്സ്ചറൈസറൊക്കെ ഞാൻ പിന്നെയും ഇടലുണ്ട് കേട്ടോ. പക്ഷേ സൺസ്ക്രീനിന് ഞാൻ ഭയങ്കര ബാക്കോട്ടാണ്. പിന്നെ ഇത് വന്നിട്ട് ആൽഫ് ഗുഡ്നസിൻ്റെ തന്നെ ഒരു റോസ്മേരി വാട്ടർ. ഇതിൻ്റെ റിവ്യൂ എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കങ്ങനെ കാര്യമായ റിസൾട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കണം എന്തോ.
ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന എന്താ പറയുക ബോഡി ലോഷൻ വാസ്ലൈൻ്റെ. ഒന്നാമതിൻ്റെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഇത് ഡ്രൈ സ്കിന്നിന് അടിപൊളി ലോഷനാണ് കേട്ടോ. സോ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ സ്കിൻ കെയർ പരിപാടീസ്. ഇത് വന്നിട്ട് ഞാൻ പിന്നെ മുടിയൊക്കെ ഒന്ന് കാര്യമായിട്ട് റെഡിയാക്കാലോ എന്ന് കരുതിയിട്ട് ഈ ഒരു കോംബോ വെച്ചിട്ടൊക്കെ സെറ്റാക്കി ഞാനിതാ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയായി ഗൈസ്. അങ്ങനെ ഇത് ഞാൻ അവിടേക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ഷോർട്സ് ആക്കി ഇടാലോ എന്ന് കരുതിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല, കുറച്ച് മരുഭൂമിന്നല്ലേ ഉള്ളൂ. എങ്കിലും എന്തോ ഇതിന് ഞാൻ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതെനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു സ്കൈൻ്റെ കളറൊക്കെ വന്നിട്ട് അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതേനു. അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ പോകുന്നത് എങ്ങോട്ടാ? സ്ട്രോബെറി കട്ടയിലോട്ട്. നമ്മൾ ഇവിടെ കുറച്ച് അടുത്തൊന്നും ഒന്നും പറയാൻ പറ്റില്ല, 10-20 മിനിറ്റ് ഉണ്ട്. ഞങ്ങൾ അൽഹസയിൽ നിന്ന് കുറച്ചുണ്ട് കേട്ടോ. സ്ട്രോബെറി തോട്ടം അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു സ്ട്രോബെറീസ് കംപ്ലീറ്റ് വരുന്നത്. എന്താ പറയുക, സത്യം പറഞ്ഞാലേ ഇവിടെ തിന്ന സ്ട്രോബെറിയും നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബെറിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇത് ശരിക്കും അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ പേ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറലാണ്. അപ്പം പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എൻ്റെ ഹസ്ബൻഡും ബാക്കി കുറച്ച് ഫാമിലീസും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലീസ് കംപ്ലീറ്റ് അങ്ങനെയാണ് നമ്മൾ പോവല്. അങ്ങനെ പോയതേനു. പിന്നെ ഇവിടെ കുറച്ച് കടലാസ് പൂക്കൾ എക്സെട്ര ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സ്ട്രോബെറി തോട്ടം. ഇത് കംപ്ലീറ്റ് ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ മുന്തിരിയില്ലേ, അതായത് മേലെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, ഞാൻ അങ്ങനെയാണ് സ്ട്രോബെറി ഉണ്ടാവല് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. ശരിക്കും സ്ട്രോബെറി ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് ഗൈസ്. പക്ഷേ ഈ ഒരു സ്ട്രോബെറിൻ്റെ ടേസ്റ്റ് എൻ്റെ റബ്ബേ ഇപ്പോഴും എൻ്റെ വായന അതിൻ്റെ ഒരു ടേസ്റ്റ് പോയിട്ടില്ല. എന്താ പറയുക, നല്ല മധുരമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇങ്ങനൊരു ഗ്ലാസ്സിലാണ് കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് എന്താ കാണിക്കാത്തേ, മോൻ എന്താ കാണിക്കാത്തതെന്ന്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ആൻഡ് ദിസ് ഈസ് മൈ വൺ ആൻഡ് ഓൺലി സൺ. അല്ലോ അങ്ങനെ സ്ട്രോബെറീസൊക്കെ ഏറെക്കുറെ ഗ്ലാസ്സിലും പിന്നെ ഞാൻ കുറച്ച് ബാഗിലും ഒക്കെ നിറച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ പതിയെ നീങ്ങി. എന്നിട്ട് പിന്നെ ഇവിടുന്ന് കുറച്ച് പുറത്തേക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഞാൻ ഈ മനോഹരമായ ദൃശ്യം കാണുന്നത് ഗൈസ്. അത് ഇപ്പം കാണുന്നില്ലല്ലോ, അതായത് ഞാനൊരു മൂണയാണ് കേട്ടോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ അത് അത്ര അങ്ങോട്ട് വൃത്തിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി എന്താണെന്നുള്ളത് കാണാൻ കഴിയും. അത്രക്കും അടിപൊളി. എനിക്ക് ഒന്നാമത് ഈ മൂണിനിങ്ങനെ നോക്കിയിരിക്കുക, എനിക്ക് ആ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഹൈലൈറ്റിൽ അതിനായിട്ടൊരു ഹൈലൈറ്റ് ഉണ്ട്, അതായത് മൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. ഞാൻ അധികവും ഇങ്ങനെ ഇതിൻ്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടലുണ്ട്. കാരണം എനിക്ക് അത്രക്കും ഇഷ്ടമാണ്. കണ്ടോ ഈ ഒരു വ്യൂ, ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട് കേട്ടോ. അത്രക്കും അടിപൊളിയാണ്. ഒന്നാമത് ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ഇതായിരിക്കണം, പിന്നെ ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു വ്യൂ കണ്ടില്ലേ, വാവ് എന്ത് അടിപൊളിയാണോന്നറിയോ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക മൂണിനെ ക്യാപ്ചർ ചെയ്തൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഇതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഭംഗി ഇതിങ്ങനെ ഒന്നും ആയിരുന്നില്ല. കാരണം ഞാനിതില്ല ഷോർട്ട്സ് ആയി ചെയ്യണം, അതായത് ഇടാൻ വേണ്ടിയിട്ട് ഫോണിങ്ങനെ സ്ട്രെയിറ്റാക്കി പിടിച്ചിട്ടേനു എടുത്തിട്ടുണ്ടേന്. അതുകൊണ്ടാണ് ആ ഒരു കറക്റ്റ് ഇത് കാണാൻ കഴിയാത്തത്. പക്ഷേ എന്താ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പം അതിൻ്റെ ഇടയിലൂടെ എന്തൊക്കെ ബോട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതിലൊന്നും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടു രസിച്ചു പോകുന്നു. കണ്ടില്ലേ, എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഞാൻ ഇങ്ങനെയായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെ തന്നെ കണ്ടില്ലേ. ആ ഒരു മൂണ് വന്നിട്ട് എന്താ പറയുക, എൻ്റെ ആ ഒരു വീഡിയോക്ക് നല്ല പ്രോപ്പർ ആംബിയൻസ് ആയിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടിയും ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു ചെറിയൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനങ്ങനെ എടുത്തതേനു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈവനിങ് വ്ളോഗ് വന്നിട്ട്.